നമസ്കാരം. നമസ്തേ. INS മാൽവാൻ എന്ന ഇന്ത്യയുടെ ആന്റി സബ്മറൈൻ ഷാലോ വാട്ടർഷിപ്പ് ഇന്ത്യ വിന്യസിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായി ഇതിൻ്റെ കമ്മീഷൻ അടക്കം കഴിഞ്ഞു എന്നുള്ളതും ഇനി അത് വിന്യസിക്കാൻ പോവുകയാണ് എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളതും മറ്റേതൊക്കെ രാജ്യങ്ങൾക്കാണ് ഏതൊക്കെ രാജ്യങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇത്തരത്തിലുള്ളൊരു ടെക്നോളജി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സബ്മറൈൻ ഇന്ത്യ ഉണ്ടാക്കുന്നത് എന്നുള്ള വലിയ തരത്തിൽ ചോദ്യചിഹ്നങ്ങളുണ്ട്. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? മറ്റേതൊക്കെ രാജ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളും നിലവിലുണ്ട്? ഇന്നലെ ഒരു ഷാലോ വാട്ടർ ആന്റി സബ്മറൈൻ ഷിപ്പ് ക്ലാസ്സിൽപ്പെട്ട, അതായത് അത് പറയുന്നത് മാഹി ക്ലാസ് എന്നാണ് ഈ കപ്പലിന് പറയുന്നത്. പല വിഭാഗങ്ങളുണ്ട്. ഇപ്പം അതിലെ മാഹി ക്ലാസ്സിൽപ്പെട്ട ഒരു ആന്റി സബ്മറൈൻ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് INS മാൽവൻ ഇന്നലെ ഇന്ത്യ കമ്മീഷൻ ചെയ്തു. കർണാടകത്തിലെ കാർവാർ എന്ന ഇന്ത്യൻ നേവിയുടെ ബേസിലാണ് ഇത് കമ്മീഷൻ ചെയ്തത്. അപ്പോ ഈ ഒരു യുദ്ധക്കപ്പലിന്റെ പ്രസക്തി എന്താണ് എന്നൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. ഈ യുദ്ധക്കപ്പല് ശരിക്കും ചെറിയ മുങ്ങിക്കപ്പലുകളെ നേരിടാൻ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഒരു കപ്പലാണ്. അപ്പോ ഈ ചെറിയ മുങ്ങിക്കപ്പൽ എന്താണ്? അതിന് പറയുന്ന മിജറ്റ് സബ്മറീൻ എന്നാണ്. മിജറ്റ് കുള്ളൻ അന്തർവാഹിനി എന്ന് പറയും. ഈ കുള്ളൻ അന്തർവാഹിനികള് അതിന്റെ ആ വലിപ്പ കുറവ് മൂലം പലപ്പോഴും ആന്റി സബ്മറൈൻ വാർഫെയർ നടത്തുന്ന കപ്പലുകളാകട്ടെ, വലിയ മറ്റ് അന്തർവാഹിനികളാകട്ടെ, അതല്ലെങ്കിൽ ആകാശത്തു നിന്നും നിരീക്ഷണം ആന്റി സബ്മറൈൻ വാർഫെയർ നടത്തുന്ന MH-60 പോലുള്ള ഹെലികോപ്റ്ററുകള്, അല്ലെങ്കിൽ പൊസൈഡൻ P-8 പോലുള്ള യുദ്ധവിമാനങ്ങൾ, ഇതിന്റെ ഒന്നും കണ്ണിപ്പെടാതെ സഞ്ചരിക്കാൻ ഇതിന് കഴിയും. കാരണം ഇതിന് അക്കൂസ്റ്റിക് സിഗ്നേച്ചർ എന്ന് പറയുന്നത്, അതായത് ഇത് ശബ്ദം വളരെ കുറവാണ്. ചെറിയൊരു സാധനമാകുമ്പോൾ അതിന്റെ എഞ്ചിനും എല്ലാം ചെറുതാണ്. ഇതൊരു 10-12 ആൾക്കാരൊക്കെ മാത്രം, നാവികർ മാത്രം കയറുന്ന, ചിലപ്പോൾ അതിൽ താഴെ ആയിരിക്കും, 10-ൽ താഴെ നാവികരൊക്കെ കയറുന്ന, ചില ഇത്തരം സബ്മറീൻസിനൊക്കെ 100 ടൺ പോലും ഭാരം കാണത്തില്ല. അത്തരം സബ്മറീൻസ് ഇപ്പോഴ് അമേരിക്കയുമായിട്ടുള്ള യുദ്ധത്തിൽ ഇറാന് അത്യാവശ്യം വിജയകരമായിട്ട് തന്നെ അത് ഉപയോഗിച്ചു. അതുപോലെ പല രാജ്യങ്ങളും അത് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ അത്തരം അന്തർവാഹിനികൾ ഉണ്ടാക്കുന്നു. പാകിസ്ഥാൻ ഇത് നേരത്തെ അറിഞ്ഞിട്ട് പാകിസ്ഥാന് ഷാലോ വാട്ടർ മിജറ്റ് സബ്മറീൻസ് ഉണ്ട്. ഈ കുള്ളൻ അന്തർവാഹിനികൾ പാകിസ്ഥാനുണ്ട്. ഇതിന് ചെലവ് കുറവാണ്. അത്ര വലിയ നാശനഷ്ടമൊന്നും വരുത്താൻ പറ്റിയില്ലെങ്കിൽ പോലും നിർണായകമായ ചില സ്ഥലങ്ങളിൽ ആരും അറിയാതെ ഒളിച്ചു കടന്ന് വന്ന് ആക്രമണം നടത്താം. അപ്പോ ഇത്തരം അന്തർവാഹിനികൾക്ക് വലിയ ആഴമുള്ളൊരു പോർട്ടിലോ ഡോക്കോ ഒന്നും വേണമെന്നില്ല. അത് ഒരുപക്ഷെ ഒരു ഫിഷിംഗ് ബോട്ടുകളൊക്കെ അടുക്കുന്ന നമ്മുടെ ഒരു ഫിഷിംഗ് ഹാർബറിലോ ഒക്കെ വന്ന് അതിന് ഡോക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ തീവ്രവാദികളെയും കൊണ്ട് അവിടുന്ന് ഇവിടെ വരാം. അപ്പൊ അത്തരം ഒരു സാധ്യത ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട്. അതായത് സമുദ്രത്തിലൂടെയുള്ള തീവ്രവാദം, ഒരു യുദ്ധ സമയത്ത് ഇത്തരം മിജറ്റ് സബ്മറീൻസ് ഒളിച്ച് നമ്മുടെ ഇപ്പൊ ഉദാഹരണത്തിന് കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലുള്ള സ്ഥലത്തേക്ക് എത്തുന്നു. അത് അവിടെ ഡോക്ക് ചെയ്തിരിക്കുന്ന ഒരു വിമാനവാഹിനി കപ്പലിന് നേരെ ആക്രമണം നടത്തും. ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. ഇത്തരം സാധ്യതകളെ മുൻകൂട്ടി കണ്ട് അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഈ ഷാലോ വാട്ടർ ആന്റി സബ്മറൈൻ ഷിപ്പുകൾ അല്ലെ ക്രാഫ്റ്റുകൾ ഇപ്പോ നമ്മൾ കമ്മീഷൻ ചെയ്യുന്നു. ഇന്ത്യക്ക് ഈ മാഹി ക്ലാസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഇന്ത്യ ഇത്തരം 2 കപ്പലുകൾ സ്വന്തമായിട്ട് പൂർണ്ണമായിട്ട് തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അതിലെ രണ്ടാമത്തെ കപ്പലാണ് ഇന്നലെ കമ്മീഷൻ ചെയ്ത INS മാൽവൻ. ഈ INS മാൽവനെ കൂടാതെ ഇത്തരം INS അർണാല, INS ആന്ത്രോത്ത്, INS അഞ്ചദ്വീപ് തുടങ്ങിയ മറ്റ് കപ്പലുകളുണ്ട്. പക്ഷെ ഇതിലെ ഈ മറ്റുള്ള 3 എണ്ണത്തിലെ ഒരെണ്ണം മാത്രമേ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ളൂ. മറ്റത് വിദേശത്തു നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പോ ഇനി നമ്മൾ ധാരാളം ഇത്തരം കപ്പലുകൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതായിട്ടാണ് ഇന്ത്യൻ നാവികസേനയുടെ ഒരു പത്രക്കുറിപ്പ് വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അന്തർവാഹിനികൾ നിർമ്മിക്കുകയും അതുപോലെ അന്തർവാഹിനി ആന്റി സബ്മറൈൻ വാർഫെയറിനും ഇന്ത്യ പ്രാധാന്യം കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
എന്തെന്നാൽ ഇപ്പൊ എന്നോട് ചോദിച്ചല്ലോ മറ്റേതൊക്കെ രാജ്യങ്ങൾക്കാണ് ഈ ഷാലോ വാട്ടർ ആന്റി സബ്മറൈൻ വെസൽ ഉള്ളതെന്ന്. അത് മുഖ്യമായിട്ടും ചൈനയും അതുപോലെ തന്നെ റഷ്യയും അമേരിക്കയുമാണ് ഇത്തരം ഷാലോ വാട്ടർ ആന്റി സബ്മറൈൻ വെസൽസ് ഉള്ള രാജ്യങ്ങൾ. പാകിസ്ഥാൻ ഇത്തരം ഒരു കപ്പലില്ല. അപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അതൊരു മേൽക്കൈത്. ഇന്ത്യ നേരിടുന്ന മറ്റൊരു ഭീഷണി ചൈനയാണ്. മറ്റൊന്ന് യഥാർത്ഥ ഭീഷണി ചൈനയാണ്. കാരണം അവർക്ക് ഏതാണ്ട് ഇപ്പൊ തന്നെ 45ഓളം അന്തർവാഹിനികളുണ്ട്. ഇന്ത്യക്ക് ഏതാണ്ട് 20 എണ്ണമേ ഉള്ളൂ. ഇന്ത്യ ഒരു അന്തർവാഹിനികളുടെ എണ്ണം ഒരു 8 അന്തർവാഹിനികളോടെ ഇപ്പോൾ വരുന്ന ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയുടെ കമ്മീഷൻ ചെയ്യും. അതുകൂടാതെ നമ്മൾ പിന്നെ പല പ്രോജക്റ്റുകളും നമ്മളിപ്പോ അന്തർവാഹിനികൾ, അത് അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന SSN എന്ന് പറയുന്ന ആക്രമണ അന്തർവാഹിനി, ഷിപ്പ് സബ്മറൈൻ ന്യൂക്ലിയർ എന്ന് പറയുന്നത്, പിന്നെ അതുകൂടാതെ ഡീസൽ പരമ്പരാഗത രീതിയിലുള്ള ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻസ്, തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ ഉള്ള പരമ്പരാഗത സബ്മറൈൻസ്, ഇങ്ങനെ നിരവധി ക്ലാസ്സുകളിൽപ്പെട്ട സബ്മറൈൻസ് നമ്മൾ വരും ദിവസങ്ങളിൽ കമ്മീഷൻ ചെയ്യാൻ പദ്ധതി ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പക്ഷെ ഇതൊക്കെ കമ്മീഷൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് വർഷം കുറച്ചെടുക്കും. പക്ഷെ അതുവരെ നമുക്ക് ചൈനയുടെയോ അല്ലെങ്കിൽ ചൈനയുടെ ഒരു അന്തർവാഹിനിയുടെ ആക്രമണത്തെ നേരിടണമെങ്കിൽ നമുക്ക് ഈ അന്തർവാഹിനി വിരുദ്ധ ആന്റി സബ്മറൈൻ വാർഫെയർ ക്രാഫ്റ്റുകൾ അല്ലെങ്കിൽ അതിന്റെ മറ്റു സംവിധാനങ്ങൾ നമ്മൾ വർദ്ധിപ്പിച്ചേ പറ്റും. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അമേരിക്കയിൽ നിന്നും P-8 എന്ന് പറയുന്ന പൊസൈഡൺ ആന്റി സബ്മറൈൻ വാർഫെയർ എയർക്രാഫ്റ്റ്, അതിൽ നിന്നും അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ റഡാറുകൾ സമുദ്രത്തിനടിയിലൂടെ നീങ്ങുന്ന അന്തർവാഹിനികളെ ട്രാക്ക് ചെയ്യുകയും സ്പോട്ട് ചെയ്യുകയും അതിനെ അതിൽ നിന്നൊരു മിസൈൽ വിക്ഷേപിച്ച് ഇതിനെ തകർക്കുകയും ചെയ്യും. അങ്ങനെയുള്ള എയർക്രാഫ്റ്റാണ്. ഇത് തന്നെ ചെയ്യാൻ ശേഷിയുള്ളതാണ് MH-60 എന്ന് പറയുന്ന ആന്റി സബ്മറൈൻ വാർഫെയർ നടത്തുന്ന ഹെലികോപ്റ്ററുകൾ. ആ ഹെലികോപ്റ്റർ കൂടാതെ ഇപ്പോ നമ്മുടെ തീരക്കടലിനെ സംരക്ഷിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് ഈ ഇന്നലെ കമ്മീഷൻ ചെയ്ത INS മാൾവൻ. ഈ INS മാൾവന് അതിന്റെ ഒരു പാരാമീറ്റേഴ്സ് ഞാൻ പറഞ്ഞാൽ 78 മീറ്റർ നീളവും 11.5 മീറ്റർ വീതിയുമുള്ള ഒരു കപ്പലാണ്. തീരെ ചെറിയ കപ്പലൊന്നുമല്ല. 78 മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്ര നീളമൊക്കെ വരും. അത്രയും നീളം വരുന്നതാണ്. 900 ടണ്ണാണ് അതിന്റെ ഭാരം. അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 25 നോട്ടാണ്. അത് നല്ല വേഗതയുള്ള ഒരു ക്രാഫ്റ്റ് തന്നെയാണ്. 1800 ഒരു തവണ ഒരു സിംഗിൾ ഫ്യൂവൽ നിറച്ചു കഴിഞ്ഞാൽ 1800 നോട്ടിക്കൽ മൈൽ വരെ അതിന് പോകാം. തദ്ദേശീയമായിട്ട് നിർമ്മിച്ച സോണാർ എന്ന് പറയുന്ന ഉപകരണം, സോണാറാണ് നമ്മൾ ഈ വിമാനത്തിൽ റഡാർ ഉള്ളതുപോലെ കപ്പലുകളിൽ ഉപയോഗിക്കുന്നത് സോണാറാണ്. സോണാറിന്റെ ഉപയോഗത്തിലാണ് സോണാർ കൊണ്ടാണ് നമ്മൾ ഈ ശത്രു കപ്പലുകളെയും ശത്രു അന്തർവാഹിനികളെയും ഒക്കെ തിരിച്ചറിയുന്നത്. ഇതിന്റെ ഹള്ള് എന്ന് പറയുന്ന അതിന്റെ ബോഡിയിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുകയാണ് ഈ സോണാറുകൾ. അതിൽ നിന്നും കൃത്യമായ വിവരം, ശത്രു അന്തർവാഹിനികളുടെ കുറിച്ചുള്ള വിവരം നമുക്ക് കിട്ടും. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ആക്രമിക്കാനുള്ള വിവിധ ആയുധങ്ങളുണ്ട്. അതായത് ഈ ടോർപിഡോകൾ, അത് ഹെവി വെയിറ്റ് ടോർപിഡോകളുണ്ട്. അതായത് DRDO നിർമ്മിക്കുന്ന അഡ്വാൻസ്ഡ് അണ്ടർ വാട്ടർ സെൻസറുകളുണ്ട്. അത് BL ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ലൈറ്റ് വെയിറ്റ് ടോർപിഡോ ഉണ്ട്. അതുപോലെ തന്നെ L&T നിർമ്മിച്ച ടോർപിഡോകളുണ്ട്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ടോർപിഡോകളും അതുപോലെ തന്നെ ശത്രുവിന് നേരെ പ്രയോഗിക്കാൻ പറ്റുന്ന റോക്കറ്റുകളും അതിനോടൊപ്പം തന്നെ 12.7 മില്ലിമീറ്റർ പീരങ്കിയും ഒക്കെ ഘടിപ്പിച്ച അതായത് ഒരു സാധാരണ യുദ്ധക്കപ്പലിലുള്ള എല്ലാ സംവിധാനങ്ങളും. അതിനു പുറമെ ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന് ആഴം കുറഞ്ഞ കടലിലൂടെ സഞ്ചരിക്കാനുള്ള ആ രീതിയിലുള്ള ഒരു വലിപ്പവും ആ രീതിയിലുള്ള സംവിധാനവും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ തീരത്തേക്ക് വരുന്ന, തീരപ്രദേശത്ത് ആക്രമണം നടത്താനായിട്ട് എത്തുന്ന ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾക്കാവട്ടെ അതല്ലെങ്കിൽ അന്തർവാഹിനികളെ ആകട്ടെ
വളരെ കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യുകയും അങ്ങനെ സ്പോട്ട് ചെയ്യുന്ന ഇതിനെ നശിപ്പിക്കാനുള്ള ആയുധങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു അത്യാധുനിക യുദ്ധക്കപ്പലാണ് നമ്മൾ ഇന്നലെ കമ്മീഷൻ ചെയ്തത്. കേരളത്തിന് ഈ വിഷയത്തിൽ അഭിമാനിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആന്റി സബ്മറൈൻ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് നിർമ്മിച്ചിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. അപ്പോ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അഭിമാനത്തിന്റെ നിമിഷമാണ്. ഇന്ത്യക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള രണ്ടാമത്തെ കപ്പലാണ്. അപ്പോ കൊച്ചിൻ ഷിപ്പ്യാർഡ് ചില സ്പെഷ്യലൈസ്ഡ് മേഖലകളിൽ അതിന്റെ ഒരു ക്യാപ്പബിലിറ്റി തെളിയിച്ചിരിക്കുകയാണ്, അതിന്റെ ഒരു കഴിവ്. ഇപ്പോ INS വിക്രാന്ത് എന്ന നമ്മുടെ വിമാനവാഹിനി കപ്പൽ നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. അതുപോലെ തന്നെ ഈ തീരക്കടലിൽ സഞ്ചരിച്ച് മുങ്ങിക്കപ്പലുകളെ തകർക്കാൻ പറ്റുന്ന ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. അതുപോലെ തന്നെ ഇത്തരം സോണാറുകൾ നിർമ്മിക്കുന്ന സ്ഥാപനവും DRDOയുടെ സ്ഥാപനവും കൊച്ചിയിലാണ്. അപ്പൊ കൊച്ചി ഇത്തരം കടൽ യുദ്ധത്തിന്റെ, നേവൽ വാർഫെയറിന്റെ വിഷയത്തിൽ ഒരു വളരെ അഡ്വാൻസ്ഡ് സെന്ററായിട്ട് കൊച്ചി മാറിയിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് കേരളത്തിന്. ഇത് വരും ദിവസങ്ങളിൽ ഇത്തരം നിരവധി കപ്പലുകൾ നമ്മൾ രംഗത്തിറക്കാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ പാകിസ്ഥാനെയൊക്കെ പോലെ തന്നെ മിജറ്റ് സബ്മറൈൻസും നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. ചെറിയ അന്തർവാഹിനികള് അതൊക്കെ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ നാവികസേന അതിന്റെ എല്ലാ തരത്തിലുള്ള കപ്പലുകളും, അത് മുങ്ങിക്കപ്പലുകളാവട്ടെ, ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളാവട്ടെ, വലിയ ഡിസ്ട്രോയറുകളോ ഫ്രിഗേറ്റുകളോ ആവട്ടെ, അതല്ലെങ്കിൽ വിമാനവാഹിനികളാവട്ടെ, അടുത്ത തലമുറയിലെ ഡ്രോൺ കാരിയർ ഷിപ്പുകളും ഇപ്പോൾ ഇന്ത്യ പ്ലാൻ ചെയ്യുകയാണ്. അത് നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തിരുന്നു. വിമാനവാഹിനി കപ്പൽ പോലെ തന്നെ ഡ്രോൺ കപ്പലുകളും വരികയാണ്. അതുപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റോബോട്ടിക് ഷിപ്സ്, അതൊക്കെ പല ഘട്ടങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും സമ്പൂർണമായിട്ടുള്ള, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പുരോഗതി, വികസന പരിപാടിയാണ് ഇപ്പോൾ നാവികസേനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വിലപ്പെട്ട വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.